അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ പേരാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിൽ, അതായത് ഈ സബ്ജക്റ്റിൽ എന്താണ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷണൽ ബിഹേവിയർ പറഞ്ഞാൽ എന്ത്, പിന്നെ അതിന് കുറച്ച് ക്യാരക്ടേഴ്സുകളും അതിന് ലെവലുകളുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകളാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ്, എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ? ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ എങ്ങനെയാണ് അവരുടെ ജോലികളിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയാണ് അവർ സംബന്ധിക്കുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഭാഗമാണ്, ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരാൾ എങ്ങനെയാണ് തൻ്റെ ജോലി ചെയ്യുന്നത്, ടീമായിട്ട് ചെയ്യുമ്പോൾ തൻ്റെ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയിൽ അവൻ്റെ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ആളുകൾ ഹാർഡായിട്ട് അവർ ജോലികളിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ ചാപ്റ്ററിൻ്റെ, അതായത് ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗത്തിൽ മെയിൻ ഫോക്കസ് ആയ ഒരു ഭാഗമാണ് എക്സാമ്പിൾ. അതായത് ഇതിലൊരു എക്സാമ്പിളിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് വി വർക്ക് കമ്പനി എന്ന കമ്പനിയെക്കുറിച്ചാണ്. അതായത് ഈ വി വർക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കമ്പനിയാണ്, അതായത് ഒരു ഫേമസ് കമ്പനിയാണ്. അപ്പോൾ ഈ വി വർക്ക് കമ്പനിയിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര വലിയ കമ്പനിയായിട്ടും ഇതെന്ത് ഫെയിലാവുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഫ്യൂച്ചറിൽ അത് നല്ല ലോസും പിന്നെ കുറേ തകരാറുകളുമെല്ല ഈ കമ്പനിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ, അതായത് എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് ലോസ് വന്നത് എന്ന് നോക്കുമ്പോൾ, ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ മെയിൻ പ്രോബ്ലംസാണ്, അതായത് പീപ്പിൾ, അതായത് ആൾക്കാരുടെ ഇടയിലുള്ള പ്രോബ്ലംസാണ് മെയിൻ ഇതിൽ ഫോക്കസ് ആയത്. അതായത് ഒന്നാമതായിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലോസ് ആയതെന്ന് നോക്കുമ്പോൾ മെയിനായിട്ട് കണ്ടത് ഒന്നാമത് ബാഡ് ലീഡർഷിപ്പ്. അതായത് നല്ലൊരു അല്ലെങ്കിൽ ഒരു നേതൃത്വം നല്ല ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത് എന്ത് ഡിസിഷൻ ചെയ്യുമ്പോൾ അത് റോങ് ഡിസിഷൻ ആയിരുന്നു. മൂന്നാമത്തത് ബാഡ് വർക്ക് കൾച്ചർ. വർക്കിൻ്റെ കൾച്ചറിൽ നല്ലൊരു കുറവുണ്ടായിരുന്നു. പിന്നെ OB, അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ 3 ലെവലുകളുണ്ട്. അതായത് ഒന്നാമത്തേതാണ് ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് പറയാനുള്ളത് മോട്ടിവേഷൻ, പിന്നെ ഹാപ്പിനെസ് അറ്റ് വർക്ക്, അതായത് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കൽ, പിന്നെ വർക്കിൽ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, സന്തോഷങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ റാഹത്ത് ഉണ്ടാവില്ല. പിന്നെ സ്കിൽ ആൻഡ് ലേണിംഗ്, അതായത് തൻ്റെ ജോലിയിലുള്ള സ്കില്ലും പിന്നെ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനുള്ളൊരു ഭാഗമായിട്ടാണ് ഒന്നാമത്തെ ലെവൽ, അതായത് ഇൻഡിവിജ്വൽ ലെവൽ ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ ലെവലാണ് ഗ്രൂപ്പ് ലെവൽ, അതായത് ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ അതിൽ നോക്കുമ്പോൾ നമുക്ക് ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, അതായത് എങ്ങനെയാണ് ആളുകളിൽ നിന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നത്, പിന്നെ അതിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് നേതൃത്വം, പിന്നെ ഈ നേതാവ് എങ്ങനെയാണ് തൻ്റെ ആളുകളുടെ, അതായത് ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതിനെല്ലാം പറയുന്ന ലെവലാണ് ഗ്രൂപ്പ് ലെവൽ, അതായത് രണ്ടാമത്തെ ഒരു ലെവൽ. മൂന്നാമത്തെ ഒരു ലെവലാണ് ഓർഗനൈസേഷൻ ലെവൽ. അതായത് ഇതാണ് മെയിൻ പോയിൻ്റ്, അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതായത് OBൻ്റെ മെയിൻ പോയിൻ്റാണ് ഓർഗനൈസേഷണൽ ലെവൽ. ഇതിൽ പറയുന്നത് കമ്പനി കൾച്ചർ, അതായത് എങ്ങനെയാണ് സ്വന്തം കമ്പനിയുടെ ഇടയിൽ എങ്ങനെയാണ് തൻ്റെ കൾച്ചറുള്ളത്, പിന്നെ റൂൾസ്, പിന്നെ സിസ്റ്റം, പിന്നെ ചേഞ്ചസ് ഓഫ് കമ്പനി, ഇതിനെക്കുറിച്ചിട്ടെല്ലാം പറയുന്നതാണ് മൂന്നാമത്തെ ലെവൽ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്കിൽ, അതായത് OBയിൽ നമുക്ക് പഠിക്കാൻ കുറേ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ എന്തെന്ന് പറഞ്ഞാൽ ഒന്നാമത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, സംസാരശേഷി ഉണ്ടാവൽ. രണ്ടാമത്തത് ടീം വർക്ക് ഉണ്ടാക്കൽ, അതായത് ടീം വർക്ക്, അതായത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ടീമായിട്ട്, അതായത് ഒന്നിച്ച് ചെയ്യണം. പിന്നെ മൂന്നാമത്തതാണ് ഫീലിംഗ്, അതായത് തൻ്റെ എംപ്ലോയീസിൻ്റെ ഫീലിങ്സ്, ഓരോ സ്ട്രെസ്സുകൾ ഇതെല്ലാം മനസ്സിലാക്കൽ. മൂന്നാമത്തത് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവൽ. നാലാമത്തെ സ്കില്ലാണ്, അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്കില്ലാണ് സോൾവിങ് പ്രോബ്ലംസ്, അതായത് എംപ്ലോയീസിന് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം സോൾവ് ചെയ്യൽ. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ കൺക്ലൂഷനിൽ നിന്ന് നോക്കിയാൽ അപ്പോൾ എന്ത് കുറേ ആളുകളിൽ നിന്ന് കുറേ ജോബിൽ ലോസ് ആകുന്നുണ്ട്. അപ്പോൾ അതിന് മെയിൻ കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പനി ഉണ്ടാവും, എന്നിട്ട് ആ കമ്പനി ലീഡ് ചെയ്യാൻ നല്ലൊരു നേതൃത്വം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നല്ല ലീഡേഴ്സ് ഉണ്ടാവില്ല, പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷനുള്ള ലീഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ മെയിൻ തീമാണ് ആൾക്കാരുടെ ഇടയിൽ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ സംബന്ധിക്കുന്നത്, അവരെ കുറിച്ച് എങ്ങനെയാണ് അവരെ ലീഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നോക്കലാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.